തന്റെ സഹോദരന്റെ വിയോഗത്തിൽ വികാരഭരിതനാവുകയാണ് നടൻ ബൈജു എഴുപുന്ന. ഇക്കഴിഞ്ഞ ദിവസമാണ് നടൻ ബൈജു എഴുപുന്നയുടെ സഹോദരനും എരമല്ലൂർ സാനിയ തിയേറ്റർ ഉടമയുമായ ഷിൽജു ജോണപ്പൻ 49ാമത്തെ വയസ്സിൽ വിടവാങ്ങുന്നത്. ഹൃദയാഘാതമാണ് ഇദ്ദേഹത്തിന്റെ മരണകാരണം. ഇദ്ദേഹത്തിന്റെ വിവാഹ വാർഷിക ദിനത്തിലാണ് ഷിൽജു അന്തരിക്കുന്നത്. ഇപ്പോഴത്തെ സഹോദരന്റെ വിയോഗത്തിൽ ബൈജു എഴുപുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ് സാമൂഹിക മാധ്യമങ്ങളിൽ നിറയുന്നത്. തന്റെ സഹോദരന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് ബൈജു എഴുപുന്ന പറയുന്നത്. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുന്ന ആൾ കൂടിയായിരുന്നു ഷിൽജു എന്നും ബൈജു പറയുന്നു. ഹൃദയാഘാതം സംഭവിച്ച അനുജനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നുവെങ്കിലും രക്ഷപ്പെടുത്തുവാനായില്ല എന്നാണ് ബൈജു എഴുപുന്ന പറയുന്നത്. ഷിൽജുവിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കുകയായിരുന്നു ബൈജു എഴുപുന്ന. വികാരഭരിതനായി തന്നെയാണ് ബൈജു എഴുപുന്ന തന്റെ സഹോദരന്റെ വിയോഗ വാർത്തയെപ്പറ്റി സംസാരിക്കുന്നത്. നല്ല ആരോഗ്യവാനായിരുന്നു ഷിൽജു എന്നാണ് ബൈജു പറയുന്നത്. മദ്യപാനമോ സിഗരറ്റ് വലിയോ ഒന്നും തന്നെ ഷിൽജുവിനുണ്ടായിരുന്നില്ല. ശരീരം നന്നായി തന്നെ നോക്കുന്ന ആളുമായിരുന്നു ഷിൽജു. എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ വർക്കൗട്ട് ചെയ്യുമായിരുന്നു. എന്നാൽ 2 മാസം മുൻപ് ഷിൽജുവിനൊരു പനി വന്നിരുന്നു. നല്ല പനി തന്നെയായിരുന്നു അത്. കുറച്ച് ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റുമായിരുന്നു. അതിനുശേഷം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഷിൽജുവിനുണ്ടായിരുന്നില്ല എന്നും ബൈജു എഴുപുന്ന പറയുന്നു. എന്നാൽ അതിനുശേഷം തനിക്ക് പനി വന്നിരുന്നു. തനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഷിൽജുവിന് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇതിനുശേഷം ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ബൈജു പറയുന്നുണ്ട്. ഷിൽജുവിന്റെ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നോർമൽ തന്നെയായിരുന്നു. എന്നാൽ പക്ഷേ ഇപ്പോൾ മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഷുഗർ കുറഞ്ഞിരുന്നു. അങ്ങനെ കാർഡിയാക് അറസ്റ്റ് വന്നുവെന്നാണ് ഷിൽജുവിന്റെ മരണത്തെപ്പറ്റി ബൈജു എഴുപുന്ന പറയുന്നത്. മരിക്കുന്ന ദിവസം ഷിൽജുവിന്റെ വിവാഹ വാർഷികമായിരുന്നു. മരണ ദിവസം ഉച്ചയ്ക്ക് തന്നോട് വിളിച്ചിട്ട് താൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഷിൽജുവിനെ കാണാനായി താൻ ഇറങ്ങിയതെന്നും ബൈജു പറയുന്നു. ഷിൽജുവിന്റെ കാറുമായാണ് താൻ ഷിൽജുവിനെ കാണാൻ പോയതെന്നു കൂടിയാണ് ബൈജു കൂട്ടിച്ചേർക്കുന്നത്. ഇടുക്കിക്ക് പോകുന്ന യാത്രയിൽ തൊടുപുഴ എത്തുമ്പോഴാണ് ഷിൽജുവിന് സുഖമില്ലാതെയായെന്നും ചെമ്മീൻകെട്ടിൽ നിന്നും ഷിൽജുവിനെ കൊണ്ടുവന്നുവെന്നും താൻ അറിയുന്നത്. അവിടെ നിന്നും കൊണ്ടുവന്നപ്പോൾ ഷിൽജുവിന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും ദൂരെ കൂടുതലാണല്ലോ. റോഡിന്റെ അവസ്ഥ കാരണം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ കുറച്ച് വൈകിയെന്ന് കൂടി ബൈജു പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിച്ച് 20 മിനിറ്റോളം ഹോസ്പിറ്റലിലുള്ളവർ ശ്രമിച്ചു നോക്കി. എന്നാൽ പക്ഷേ ആള് പോയി എന്നാണ് ബൈജു പറയുന്നത്. 49 വയസ്സായിരുന്നു ഷിൽജുവിന്റെ പ്രായമെന്നും ബൈജു പറയുന്നുണ്ട്. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ജിമ്മും മുടക്കാറില്ലായിരുന്നു ഷിൽജു. ഇപ്പോൾ 49 വയസ്സാണ് തന്റെ അനുജന്റെ പ്രായമെന്ന് കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ദൈവം വിളിച്ചാൽ പോയല്ലേ പറ്റുമെന്നാണ് ഷിൽജുവിന്റെ വിയോഗ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ബൈജു പറയുന്നത്. അതിന് സമയമോ മറ്റൊന്നും പ്രശ്നമല്ലല്ലോ. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ നേരത്തെ വിളിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. തന്റെ മമ്മിയുടെ അടുത്തേക്ക് അനുജനും പോയെന്നാണ് താനിപ്പോൾ കരുതുന്നതെന്നാണ് ബൈജു പറയുന്നത്. മാത്രമല്ല ഇതുവരെയും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ തന്റെ അനുജന് ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറയുകയാണ് ബൈജു. ഷുഗർ കുറഞ്ഞതാണെന്നാണ് ആദ്യം കരുതുന്നത്. കാരണം പൾസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും. എന്നാൽ പക്ഷേ കാർഡിയാക് അറസ്റ്റ് തന്നെയായിരുന്നു അനുജന്റെ മരണത്തിന് കാരണമെന്ന് കൂടി ബൈജു പറയുന്നുണ്ട്. 20 മിനിറ്റോളം ഡോക്ടർമാർ ശ്രമിച്ചു നോക്കി ജീവൻ തിരികെ കിട്ടാൻ. എന്നാൽ പക്ഷേ പോകേണ്ടവർ സമയം വന്നാൽ പോയല്ലേ പറ്റുമെന്ന് കൂടി നടൻ പറയുന്നുണ്ട്. തന്റെ മകളുടെ കല്യാണത്തിനൊക്കെ തന്നോട് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞു തന്റെ അനുജൻ തന്നെ ആശ്വസിപ്പിക്കുമായിരുന്നുവെന്നാണ് ഇടറുന്ന സ്വരത്തിൽ ബൈജു പറഞ്ഞു നിർത്തുന്നത്. ഈ ഒരു വേദന താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം തന്നെയാണെന്നും ബൈജു പറയുന്നുണ്ട്. തന്റെ അനുജനും ഡാഡിയും ഒക്കെ അത്രയും ആക്റ്റീവായി നിൽക്കുന്നത് കൊണ്ടാണ് ബിസിനസ്സിൽ തനിക്ക് ഉയരാനായതെന്ന് കൂടി നടൻ കൂട്ടിച്ചേർക്കുന്നു. താൻ സിനിമയ്ക്ക് വേണ്ടി ഓടിപ്പോകുന്നതുമൊക്കെ ഇവന്റെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നുവെന്നും നടൻ പറയുന്നുണ്ട്. തന്റെ പിതാവും അനുജനുമൊക്കെ ആക്റ്റീവായി ബിസിനസ്സിൽ നിൽക്കുന്നതിനാലാണ് താൻ സിനിമ എന്നൊക്കെ പറഞ്ഞ് പോയിക്കൊണ്ടിരുന്നതെന്ന് കൂടി നടൻ കൂട്ടിച്ചേർക്കുന്നു. ഈ അടുത്താണ് ബൈജു എഴുപുന്നയുടെ മകളുടെ വിവാഹം നടക്കുന്നത്. വിവാഹ സമയത്ത് തന്നോട് ടെൻഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നതും അനുജൻ ഷിൽജു തന്നെയായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇടറുന്ന സ്വരത്തിൽ ബൈജു തന്റെ അനുജനെ കുറിച്ച് പറഞ്ഞു നിർത്തുന്നത്. അതേസമയം വില്ലൻ വേഷങ്ങളിലൂടെയാണ് ബൈജു എഴുപുന്ന മലയാള സിനിമയിൽ കയ്യടി നേടിയെടുക്കുന്നത്. നടനും സംവിധായകനും നിർമ്മാതാവും തിയേറ്റർ ഉടമയും ഒക്കെയാണ് ബൈജു എഴുപുന്ന. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.